സഹായം ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ പരമാധികാര മേഖലയാണെങ്കിൽ തീർച്ചയായും നമ്മൾ സഹായിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ സഹായം ആവശ്യപ്പെട്ട് മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ നങ്കൂരമിടാൻ ഇന്ത്യ അനുമതി നൽകിയത്. വിശാഖപട്ടണത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 76 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെയും യുദ്ധക്കപ്പലുകളെ സുരക്ഷിതമായി അവരവരുടെ രാജ്യങ്ങളിൽ ഇന്ത്യൻ നേവി എത്തിക്കണമെന്നതാണോ പറയുന്നത്? ഇന്ത്യൻ പരമാധികാര മേഖലയ്ക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളിൽ, നമ്മുടെ രാജ്യ താല്പര്യമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. വിശാഖപട്ടണത്ത് നടന്ന അന്താരാഷ്ട്ര കപ്പൽ പ്രദർശനത്തിലും മിലാൻ 2026 നാവിക അഭ്യാസത്തിലും പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന ഇറാൻ കപ്പൽ ആക്രമിക്കപ്പെട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ്. കപ്പൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇന്ത്യ സുരക്ഷിത താവളം വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ത്യ ഈ നീക്കം നടത്തിയത് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. രാജ്യത്തെ ഏതെങ്കിലും തുറമുഖത്തേക്ക് എത്താനാണ് ഐറിസ് ദേനയോട് ഇന്ത്യ ആവശ്യപ്പെട്ടത്. എന്നാൽ മാർച്ച് 4 പുലർച്ചെ അമേരിക്കയുടെ ആക്രമണത്തിൽ യുദ്ധക്കപ്പൽ തകരുകയാണ് ഉണ്ടായത്. എന്നാൽ അതിന്റെ പേരിൽ ഇന്ത്യൻ നേവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിസ്റ്റുകളും ഇന്ത്യയിലെ ഇടത് അനുഭാവികളും രംഗത്ത് വരികയാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ ഈ വിമർശനങ്ങൾ നടത്തുന്ന ഓരോ വ്യക്തികൾക്കെതിരെയും അല്ലെങ്കിൽ അവർക്ക് തക്കതായ ഒരു മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ജിതിൻ ജേക്കബ് രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹമാകട്ടെ ഏറെ നാളായി തന്നെ ഇത്തരത്തിലുള്ള വിമർശനാത്മക കാര്യങ്ങൾ പറയാതിരുന്നു കൊണ്ട് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ വിഷയം അദ്ദേഹം വളരെയധികം ശ്രദ്ധാപൂർവമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും അദ്ദേഹം എടുത്തു വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ തന്നെ ഇതിലായി തന്നെ ഇവർക്ക് മറുപടി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് നോക്കാം. പേരിൽ ഇന്ത്യ ഉള്ളത് കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രം എന്നാൽ മുഴുവൻ ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണെന്നാണ് കേരളത്തിലെ മാപ്രകളുടെ വിചാരമെന്ന് തോന്നുന്നു. അതായത് ഏകദേശം 7 കോടിയിലധികം വരുന്ന സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമുദ്രം എന്നതാണ്. ഇതിന്റെ പരമാധികാര രാജ്യം ഇന്ത്യയല്ല. UN കൺവെൻഷൻ പ്രകാരം ലോ ഓഫ് ദ സീ ഒരു രാജ്യത്തിന്റെ കടലിൽ ഉള്ള പരമാധികാരം 12 നോട്ടിക്കൽ മൈലാണ്. അതായത് ഏകദേശം 22 കിലോമീറ്റർ വരെ മാത്രം. വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെട്ട ഇറാനിയൻ യുദ്ധക്കപ്പലിനെ അമേരിക്കൻ നാവികസേന ആക്രമിച്ചു മുക്കിയത് ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം 46 നോട്ടിക്കൽ മൈൽ അകലെ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ നിന്നാണ്. സംഭവം നടന്നത് വിശാഖപട്ടണത്ത് നിന്ന് ഏകദേശം 1247 കിലോമീറ്റർ അകലെ. ആക്രമിക്കപ്പെട്ടത് യുദ്ധക്കപ്പലാണ് എന്നത് ഓർക്കണം. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ അത് അവരുടെ പ്രസൻസ് ഉള്ള എല്ലായിടത്തും വ്യാപിക്കും. അവസരം കിട്ടുമ്പോൾ അമേരിക്ക ആക്രമണം നടത്തി. ഈ സംഭവത്തിന് 2 ദിവസം മുൻപ് ഇറാൻ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിനെ ആക്രമിച്ചിരുന്നു എന്നത് ഓർക്കണം. ആക്രമിക്കപ്പെട്ട ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യയുടെ സഹായം തേടിയിരുന്നില്ല. ഇന്ത്യൻ നാവികസേന അവർക്ക് എസ്കോർട്ടും നൽകിയിരുന്നില്ല. യുദ്ധം ചെയ്യുന്ന 2 രാജ്യങ്ങൾ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ യുദ്ധം ചെയ്യുന്നതിന് ഇടപെടാൻ ഇന്ത്യക്ക് ഒരു കാര്യവുമില്ല. ഇങ്ങോട്ട് സഹായം ആവശ്യപ്പെട്ടാൽ ഇന്ത്യയുടെ പരമാധികാര മേഖലയിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ സഹായിക്കും. അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ സഹായം ആവശ്യപ്പെട്ട മറ്റൊരു ഇറാനിയൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ നങ്കൂരമിടാൻ ഇന്ത്യ അനുമതി നൽകിയത്. വിശാഖപട്ടണത്ത് നടന്ന ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ 2026 74 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളിലെയും യുദ്ധക്കപ്പലുകളെ സുരക്ഷിതമായി അവരവരുടെ രാജ്യങ്ങളിൽ ഇന്ത്യൻ നേവി എത്തിക്കണമെന്നതാണോ പറയുന്നത്? ഇന്ത്യൻ പരമാധികാര മേഖലയ്ക്ക് പുറത്തു നടക്കുന്ന കാര്യങ്ങളിൽ, നമ്മുടെ രാജ്യ താല്പര്യമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. ഇതിൻ്റെ പേരിൽ ഇന്ത്യൻ നേവിയെ ആക്രമിക്കുന്നവരുടെ ഉദ്ദേശം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇമാതിരി മോങ്ങലുകൾ മോങ്ങാതെ ഇസ്രായേൽ ആക്രമണത്തിൽ ചത്തുപോയ ഖുമേനി എന്ന ഭീകരന്റെ പിൻഗാമിക്കും പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് എത്താൻ കനിവുണ്ടാകണമേ എന്ന് നാഥനോട് അലമുറയിട്ട് പ്രാർത്ഥിപ്പിൻ എന്നതാണ് അദ്ദേഹം ഈ പോസ്റ്റിലൂടെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല താഴെ ഇന്ത്യൻ മാരിടൈം സോണെന്നും അതേപോലെ ഇറാൻ കപ്പൽ മുങ്ങിയ സ്ഥലം രണ്ടാമതായി തന്നെ, അതായത് ഇദ്ദേഹം ഈ ഒരു പോസ്റ്റിന് താഴെ പങ്കുവെച്ച ഫോട്ടോയിലുള്ള കാര്യങ്ങൾ എടുത്ത് വിശദീകരിച്ചുകൊണ്ടാണ് ഈ 1, 2 എന്ന രീതിയിൽ അദ്ദേഹം ആ ക്രമത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.